ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. പഴവും അവലൊന്നും കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരറിയാതെ തന്നെ ഇത് കഴിച്ചു പോയിക്കോളും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്കായ, 1/4 കപ്പ് നിറയെ തേങ്ങ, 1/4 കപ്പ് നിറയെ അവൽ, വെള്ളവലോ ബ്രൗൺ അവലോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 10 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാൻ വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ചേർത്ത് കൊടുക്കാം. അവലൊന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മിക്സ് അവലൊന്ന് കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഞാൻ സെയിം പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നമ്മുടെ പഴം കട്ട് ചെയ്ത് വെച്ച് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത പഴം വേണം എടുക്കാൻ. ഒട്ടും പഴുക്കാത്ത പഴം എടുക്കരുത്. ഉന്നക്കായ്ക്കെല്ലാം എടുക്കുന്ന രീതിയിലുള്ള പഴം എടുക്കരുത്. കുറച്ച് പഴുപ്പ് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും ചേർക്കാം. പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വരണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഴമെല്ലാം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ എടുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പഴമെല്ലാം ഉടഞ്ഞ് ക്രീം പരുവാവേണ്ട ആവശ്യമില്ല, ചെറുതായൊന്ന് ഉടഞ്ഞു വന്നാൽ മതി. പഴത്തിൻ്റെ മിക്സ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച് അവൽ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അവൽ ചേർത്ത് ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ എടുത്ത് വെച്ച ബ്രെഡിൻ്റെ എല്ലാം സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ നടുവിലേക്ക് നമ്മുടെ പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഒരുപാട് 4 സൈഡിൻ്റെ ഭാഗത്തും വെക്കരുത്, സെൻറ്റർ ഭാഗത്താണ് കൂടുതൽ വെക്കേണ്ടത്. വേറൊരു ബ്രെഡ് എടുത്ത് അതിന് മേലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, വിട്ടുപോകുകയില്ല. മൈദ കൊണ്ടൊന്നും ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 4 സൈഡൊന്ന് പതിയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എണ്ണയിലിട്ടൊന്നും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കാവുന്നതാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഉണ്ടാവും, അത്രമാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ്. 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടാൽ കറക്റ്റ് ഒരു സാൻഡ്വിച്ചിൻ്റെ മോഡലായതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.